ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണോ നിങ്ങൾക്ക് ആവശ്യം? അതും കുറഞ്ഞ നിരക്കിൽ. എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ. വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ. ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചെരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ. അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. അംഗൻവാടി വർക്കേഴ്സ് റാങ്ക് ലിസ്റ്റിൽ അനർഹരെ തിരികെ കയറ്റിയ കൊണ്ടാഴി പഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതിയുടെ നെറികേടിനെതിരെ LDF പ്രതിഷേധ മാർച്ച് ശനിയാഴ്ച നടത്തും. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ഭാര്യമാരെ അംഗനവാടി വർക്കേഴ്സ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കൊണ്ടാഴി പഞ്ചായത്ത് കോൺഗ്രസ് ഭരണസമിതി നെറികേട് നടത്തിയെന്ന് ആരോപിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് 1 ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 10 CPIM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. LDF കൊണ്ടാഴി പഞ്ചായത്ത് കൺവീനർ T ഗോകുലൻ പ്രതിഷേധ മാർച്ചിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കേഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികളും സ്വജനപക്ഷപാതവുമാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പുറത്തു വന്നത്. കഴിഞ്ഞ 2025 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു ഇൻ്റർവ്യൂ നടത്തി പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പട്ടികയുണ്ട്. 44 പേരുടെ പട്ടികയാണ് പഞ്ചായത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. 440 അപേക്ഷകൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു. അവരെ 2024 സെപ്റ്റംബർ മാസം 23, 24 തീയതികളിലായി പഞ്ചായത്തിലേക്ക് വിളിച്ച് ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായി. ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് തന്നെ വളരെ വിചിത്രമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ, CDPO, പിന്നെ പഴയ പഞ്ചായത്തിലെ മെമ്പർമാരായിരുന്ന 3-4 പേര്, പിന്നെ അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി. ഇവരൊക്കെ ഏതിൻ്റെ മാനദണ്ഡ പ്രകാരമാണ് ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നിശ്ചയിക്കുക എന്ന് നമുക്കറിയില്ല. പഞ്ചായത്ത് ഭരണസമിതിയിൽ അജണ്ടയായി ഇൻ്റർവ്യൂ ബോർഡ് നിയമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാനൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത് മിനിസിൽ അനധികൃതമായി എഴുതി ചേർക്കുകയാണ് സെക്രട്ടറി ചെയ്തത്. പ്രശാന്തി എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ബോർഡിലുണ്ട്. അവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അതുകൊണ്ട് അവർ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാൻഡേറ്ററിയാണ്, ഒഴിച്ചുകൂടാൻ കഴിയില്ല. അതുകൊണ്ട് അവർ മാത്രം, ബാക്കിയെല്ലാം കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്. അവരെ വെച്ചുകൊണ്ടാണ് കൊണ്ടാഴി പഞ്ചായത്തിൽ 440 അപേക്ഷകൾ തീർപ്പ് കൽപ്പിച്ചത്, ഇൻ്റർവ്യൂ നടത്തിയത്. ആ ഇൻ്റർവ്യൂ നടത്തിയ പട്ടികയിൽ 6, 7 ക്രമനമ്പറിൽ വന്നിരിക്കുന്ന 2 പേര് അവർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ ഭാര്യമാരാണ്. അത് തികച്ചും മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല. അംഗൻവാടി ടീച്ചർമാരെ നിയമിക്കാനുള്ളൊരു മാനദണ്ഡം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാകണം, ആ സെലക്ഷൻ്റെ പരിധിയിൽ ഒന്നും വരാത്ത ആളുകളാണ് ആദ്യത്തെ 10 പേർ പലരും. ബാക്കിയുള്ള 44 ഒന്നും ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല, 440 പുറത്തു നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി ഇങ്ങനെ അനധികൃതമായും സ്വന്തം ആളുകളെയും തിരികെ കയറ്റിയതിൻ്റെ ഭാഗമായി അപേക്ഷിച്ച 6 or 7 ആളുകൾ ഇപ്പോൾ പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പുമായി മുന്നോട്ട് പോവുകയാണ്. അവർ കോടതിയിലേക്ക് പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 1-ാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കെടുകാര്യസ്ഥതയാണ്, പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ തന്നിഷ്ടമാണ്. പഞ്ചായത്ത് ഭരണസമിതി അജണ്ട വെക്കാതെ, ചർച്ച ചെയ്യാതെ, ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും കാണിക്കാതെയാണ് ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങളെ നിശ്ചയിച്ചത്. സ്വജനപക്ഷപാതം കാണിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, അർഹരായവരെ തെരഞ്ഞെടുക്കാൻ ഇന്റർവ്യൂ വീണ്ടും നടത്തുക, അർഹതയുള്ളവരെ മാത്രം തെരഞ്ഞെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. CPI മണ്ഡലം കമ്മിറ്റി അംഗം PR വിശ്വനാഥൻ പ്രതിഷേധ വിഷയം വിശദമാക്കി. 1-ാം തീയതി നടത്തുന്ന സമരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവ് ശ്രീ സഖാവ് ഗോകുലനിലൂടെ സൂചിപ്പിച്ചു. ഈ സമരം ഈ നാട്ടിലെ അർഹതയുള്ളവർക്ക് വേണ്ടിയുള്ള സമരമാണ്. 440-ലധികം വരുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള, അഭ്യസ്തവിദ്യരായിട്ടുള്ള, അർഹതയുള്ള ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിൽ അർഹതയില്ലാത്ത ആളുകൾക്ക് തിരികെ കയറ്റിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്
കോൺഗ്രസിന്റെ ഭരണസമിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് 2018 കോൺഗ്രസിന് എന്തൊക്കെ അധികാരം കിട്ടിയിട്ടുണ്ടോ അന്നെല്ലാം തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും കുടുംബക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് ശ്രീദേവി പ്രസിഡന്റ് അയക്കുന്ന സമയത്താണ് 2018 ഒരു കോൺഗ്രസിന്റെ നേതാവിനെ പിടിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ യോഗ്യതയുള്ള നിരവധി പേരുണ്ടായിട്ടും അവരെല്ലാം തന്നെ മാറ്റി നിർത്തി യോഗ്യതയില്ലാത്ത ഒരാളെ അതിൻ്റെ അകത്ത് പ്രതിഷ്ഠിക്കുന്നത് വഴി ഇപ്പൊ വിജിലൻസ് അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ പ്രക്രിയ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് മാത്രമാണ്, ഉദ്യോഗസ്ഥരും അതിന്റെ ഭാഗധേയമായി പ്രതിക്കൂട്ടിലാണ്. ഇതും അതേപോലെ തന്നെ CDP ഉൾപ്പെടെയുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഇന്റർവ്യൂ ബോർഡിന്റെ അംഗങ്ങളാണ്. 9-ലധികം വരുന്ന ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളിൽ മാൻഡേറ്ററി ആയി വരേണ്ട 4 ആളുകൾക്ക് പുറമെ ബാക്കി 5 പേരും കോൺഗ്രസ് നിശ്ചയിക്കുന്ന ആളുകളാണ് വന്നിരിക്കുന്നത്. ആ 5 പേര് ആരൊക്കെയാണ്? കഴിഞ്ഞ തവണ മെമ്പർമാരായ ആളുകൾ, കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് മെമ്പർമാരായിട്ടുള്ള ആളുകളാണ് ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ. എന്താണ് ഇവരുടെ യോഗ്യത? കൃത്യമായി തന്നെ ഓരോ ഇതിന്റെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവേണ്ട ആളുകളുടെ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും വിധേയമായിട്ടുള്ള ആളുകളല്ല ഈ ഇന്റർവ്യൂ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത് 4 പേരൊഴികെ. പരിശോധിക്കണേ അവരുടെ യോഗ്യത എന്താണ്? ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് മെമ്പർമാരായിരുന്നു എന്ന ഒരു യോഗ്യതയല്ലാതെ ഇവർക്ക് മറ്റു യോഗ്യത എന്താണുള്ളത്? പിന്നെ ഒരാളോ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അങ്ങനെ ഇഷ്ടക്കാരെ തിരികയറ്റുന്നതിന് വേണ്ടി ഇന്റർവ്യൂ ബോർഡിൽ തന്നെ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളാക്കി പ്രതിഷ്ഠിക്കുന്നത് വഴി വലിയ രീതിയിൽ അഴിമതിയാണ് ഇന്റർവ്യൂ ബോർഡ് രൂപീകരിക്കുന്നത് തന്നെ ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശശിധരൻ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ജനങ്ങളെ വിട്ടിയാക്കുന്ന പ്രഹസനത്തിന്റെ ഭാഗമായി ലിസ്റ്റൊക്കെ തയ്യാറാക്കി ഉണ്ടാക്കി വെച്ചതിന്റെ ഭാഗമായി 440 ആളുകളെയും 3 ദിവസങ്ങളിലായി ഇന്റർവ്യൂ നടത്തി ഒരു പ്രഹസനം നടത്തി ഈ വരുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിൽരഹിതരായിട്ടുള്ള വീട്ടമ്മമാരെ, നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. CPIM നേതാവ് പഴനിസ്വാമി സന്നിഹിതനായിരുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.